നമസ്കാരം. ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. തെരഞ്ഞെടുപ്പ് പരസ്യ പ്രചാരണം അവസാനിച്ചു. ഇന്ന് സംസ്ഥാനത്ത് നിശബ്ദ പ്രചാരണം. വിട്ടുപോയ വോട്ടർമാരെയും മണ്ഡലത്തിലെ പ്രധാന വ്യക്തികളെയും നേരിട്ട് കണ്ട് വോട്ടുറപ്പിക്കാനുള്ള അവസാനഘട്ട ഓട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ. കേരളം നാളെ ബൂത്തിലേക്ക്. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ്. അക്രമ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2500 പ്രശ്നബാധിത ബൂത്തുകൾ സംസ്ഥാനത്തുണ്ടെന്നാണ് പോലീസ് റിപ്പോർട്ട്. 140 കമ്പനി കേന്ദ്രസേന അംഗങ്ങളും 20 കമ്പനി തമിഴ്നാട് പോലീസും തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സംസ്ഥാനത്തുണ്ട്. സംസ്ഥാനത്ത് പോളിംഗ് സാമഗ്രികളുടെ വിതരണവും ഇന്ന് നടക്കും. രാവിലെ 8 മണി മുതൽ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് സാമഗ്രികൾ വിതരണം ചെയ്യും. എക്സിറ്റ് പോളുകൾക്കും ഈ സമയം നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൊട്ടിക്കലാശത്തിന് പിന്നാലെ 6:15 ഹരിപ്പാടുണ്ടായ കല്ലേറിൽ SIയും 2 പോലീസ് ഉദ്യോഗസ്ഥരുമടക്കം 10ഓളം പേർക്ക് പരിക്കേറ്റു. കോട്ടയം പാമ്പാടിയിൽ CPM BJP പ്രവർത്തകർ തമ്മിൽ നേരിയ സംഘർഷമുണ്ടായി. BJPയുടെ പ്രചാരണ വാഹനത്തിനു മുകളിൽ CPM പ്രവർത്തകർ കയറിയതാണ് സംഘർഷത്തിന് കാരണം. തർക്കത്തിനിടയിൽ വാഹനത്തിന്റെ ഡ്രൈവർക്കും മർദ്ദനമേറ്റു. പിന്നീട് വാഹനത്തിനു മുകളിൽ നിന്ന് BJP പ്രവർത്തകനെ കൊടികെട്ടിയ പൈപ്പ് ഉപയോഗിച്ച് അടിക്കുകയും ഇത് ഇരുകൂട്ടരും തമ്മിലുള്ള സംഘർഷത്തിനും കാരണമായി. ഇരുകൂട്ടരും ചേരിതിരിഞ്ഞ് മുദ്രാവാക്യം വിളിച്ചു. നേതാക്കളും പോലീസും ഇടപെട്ട് പ്രവർത്തകരെ ശാന്തരാക്കി. പട്ടാമ്പി നഗരത്തിൽ കല്ലേറും സംഘർഷവും 3 പേർക്ക് പരിക്കേറ്റു. പരാജയഭീതി പൂണ്ട UDF പ്രവർത്തകരാണ് അക്രമം നടത്തിയതെന്ന് LDF നേതാക്കൾ ആരോപിച്ചു. കൊല്ലത്തെ കൊട്ടിക്കലാശത്തിനെത്തിയവരുടെ വാഹനമിടിച്ച് 2 പേർക്ക് പരിക്ക്. ആശ്രാമം ലിങ്ക് റോഡിലാണ് അപകടം ഉണ്ടായത്. കൊല്ലം സ്വദേശികളായ ചിന്നു ലക്ഷ്മി, ധനലക്ഷ്മി എന്നിവർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. വഴിയാത്രക്കാരായ ഇവർ ഇടിയുടെ ആഘാതത്തിൽ തൊട്ടടുത്തുള്ള കായലിലേക്ക് വീണു. ഫയർഫോഴ്സ് എത്തിയാണ് രക്ഷപ്പെടുത്തിയത്. ഗുരുതരമായി പരിക്കേറ്റ പെൺകുട്ടികളെ കൊല്ലത്തെ സ്വകാര്യ മെഡിക്കൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേരളം തകർത്ത പ്രളയം മനുഷ്യനിർമ്മിതമാണെന്ന ആരോപണം ഉയർത്തിയതിന് പിന്നാലെ പത്തനംതിട്ടയിൽ UDF കൊട്ടിക്കലാശത്തിൽ നിന്ന് വിട്ടുനിന്നു. CPM വിട്ട് അമ്പലപ്പുഴയിൽ UDF പിന്തുണയോടെ മത്സരിക്കുന്ന G സുധാകരൻ ആസ്തി വിവരങ്ങൾ തെറ്റായി രേഖപ്പെടുത്തിയെന്ന് പരാതി. DYFI ജില്ലാ പ്രസിഡന്റ് S സുരേഷ് കുമാറാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത്. കൈവശം പണമില്ല എന്ന സത്യവാങ്മൂലത്തിൽ രേഖപ്പെടുത്തി നാമനിർദ്ദേശ പട്ടിക സമർപ്പിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് സുധാകരന്റെയും ഭാര്യ ജൂബിലി നവപ്രഭയുടെയും അക്കൗണ്ടിലേക്ക് മാറ്റിയത് അനധികൃതമായി സമ്പാദിച്ച പണമാണെന്നാണ് ആരോപണം. മകന്റെയും ഭാര്യയുടെയും അക്കൗണ്ടിലേക്ക് പണം മാറ്റിയെന്ന് പരാതിയിൽ പറയുന്നു. തലശ്ശേരിയിലെ LDF സ്ഥാനാർത്ഥി കാരായി രാജനുമായി തങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ലെന്ന് SDPI സംസ്ഥാന പ്രസിഡന്റ് CPA ലത്തീഫ്. കാരായി രാജനുമായി പ്രത്യേകിച്ച് ബന്ധവുമില്ല. ഫസൽ കൊല്ലപ്പെടുന്നത് 2006-ലാണ്. SDPI രൂപീകരിക്കപ്പെടുന്നത് 2009-ലാണ്. ഫസലും SDPയുമായി ഒരു ബന്ധവുമില്ല. പാർട്ടി രൂപീകരിക്കപ്പെടുന്നതിന് മുമ്പ് നടന്ന കാര്യത്തെക്കുറിച്ച് പ്രതികരിക്കേണ്ടതില്ലെന്നും ലത്തീഫ് വ്യക്തമാക്കി. കല്യാണ വീട്ടിൽ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം. ബൈക്കിൽ യാത്ര ചെയ്ത സഹോദരങ്ങളെ ആക്രമിക്കുകയും ചെയ്തു. പടിഞ്ഞാറെ കല്ലട വിളന്തറയിലാണ് സംഭവം. 8-അംഗ സംഘമാണ് നാടിനെ ഭീതിയിലാഴ്ത്തി ആക്രമണ പരമ്പര നടത്തിയത്. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടെയായിരുന്നു സംഭവം. തുറന്ന ജീപ്പിലും ബൈക്കുകളിലും എത്തിയ സംഘമാണ് കോട്ടയ്ക്കാട് മുക്കിൽ വെച്ച് എതിരെ ബൈക്കിൽ വന്ന യുവാക്കളെ മർദ്ദിച്ചത്. വാഹനങ്ങളുടെ മരണപ്പാച്ചിൽ ചോദ്യം ചെയ്തതാണ് സംഘത്തെ പ്രകോപിപ്പിച്ചത്. കമ്പി, വടി, ഹെൽമറ്റ് എന്നിവ ഉപയോഗിച്ചായിരുന്നു ആക്രമണം. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ശ്യാംരാജ്, ബിനു എന്നിവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിഷു പ്രമാണിച്ച് ചെന്നൈയിൽ നിന്ന് കേരളത്തിലേക്ക് 2 സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിച്ചു. ചെന്നൈ സെൻട്രൽ കൊല്ലം ജംഗ്ഷൻ എക്സ്പ്രസ് സ്പെഷ്യൽ 06-119 15-ന് പകൽ 3:10 പുറപ്പെട്ട് പിറ്റേന്ന് രാവിലെ 6:55 കൊല്ലത്തെത്തും. തിരിച്ചുള്ള കൊല്ലം ജംഗ്ഷൻ ചെന്നൈ സെൻട്രൽ എക്സ്പ്രസ് സ്പെഷ്യൽ 06-120 16-ന് രാവിലെ 10:40 പുറപ്പെട്ട് പിറ്റേന്ന് പുലർച്ചെ 3:30 ചെന്നൈയിലെത്തും. ചെന്നൈ എഗ്മോർ തിരുവനന്തപുരം നോർത്ത് എക്സ്പ്രസ് സ്പെഷ്യൽ 06-115 10-ന് രാത്രി 11:55 പുറപ്പെട്ട് പിറ്റേന്ന് വൈകിട്ട് 6-ന് തിരുവനന്തപുരം നോർത്തിലെത്തും. തിരിച്ചുള്ള ട്രെയിൻ 15-ന് പകൽ 3:35 പുറപ്പെട്ട് പിറ്റേന്ന് രാവിലെ 11:45 എഗ്മൂറിലെത്തും. ശബരിമലയിലെ ആചാര സംരക്ഷണ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവർക്കെതിരെ ചുമത്തിയ കേസുകൾ പിൻവലിക്കാത്ത പിണറായി സർക്കാരിനെ വിശ്വാസികൾക്ക് വിശ്വാസമില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ശബരിമല യുവതീ പ്രവേശനത്തിൽ U-ടേൺ അടിച്ച സർക്കാർ ശബരിമല പ്രക്ഷോഭ സമയത്ത് ഭക്തരുടെ പേരിലെടുത്ത കേസുകൾ പിൻവലിക്കാൻ തയ്യാറാവണം. ശബരിമലയിലെ ആചാര അനുഷ്ഠാനങ്ങളും സംസ്കാരവും തീരുമാനിക്കേണ്ടത് തന്ത്രിയാണെന്നും അതിലിടപെടാൻ മറ്റാർക്കും അവകാശമില്ലെന്നുമാണ് സംസ്ഥാന സർക്കാർ ദേവസ്വം ബോർഡ് വഴി സുപ്രീം കോടതിയിൽ പുതിയ സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത്. എന്നാൽ
BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടെ എത്രയോ പേർക്കെതിരെയുള്ള കേസുകൾ ഇന്നും നിലനിൽക്കുന്നു. നിങ്ങൾക്ക് അന്ന് ചെയ്ത തെറ്റ് പരിഹരിക്കാൻ ഒരു അവസരമാണിത്, രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഭദ്രകാളിയെയാണ് വെച്ച് കളിച്ചതെന്നും വ്യാജ പ്രചാരണങ്ങൾക്കുള്ള ശിക്ഷ ഭദ്രകാളി കൊടുക്കുമെന്നും വിശ്വാസി സമൂഹത്തിന്റെ വോട്ട് മുഴുവൻ വിശ്വാസ സംരക്ഷകനായ തനിക്ക് ലഭിക്കുമെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. മുല്ലൂർ അമ്പലത്തിലെ ഭദ്രകാളിക്ക് എന്തെങ്കിലും ശക്തിയുണ്ടെങ്കിൽ അതിന്റെ ഫലം ലഭിക്കുമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. മുല്ലൂർ ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്ന വിഷ്ണു പോറ്റി ജീവനൊടുക്കിയത് കടകംപള്ളി സുരേന്ദ്രന്റെ ആചാര ലംഘനം ചോദ്യം ചെയ്തതിനെ തുടർന്ന് CPIM പ്രവർത്തകർ നടത്തിയ മാനസിക പീഡനത്തെ തുടർന്നാണ് എന്നുള്ള വെളിപ്പെടുത്തലിനെ തുടർന്ന് പ്രതികരിക്കുകയായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ. സംസ്ഥാനത്ത് താപനില വർദ്ധിച്ച സാഹചര്യത്തിൽ 8 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. വ്യാഴാഴ്ച വരെ പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 38 ഡിഗ്രി വരെയും, കൊല്ലം, കോട്ടയം, തൃശൂർ ജില്ലകളിൽ 37 ഡിഗ്രി വരെയും, തിരുവനന്തപുരം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ 36 ഡിഗ്രി വരെയും ഉയരാം. ഇന്നലെ ഉയർന്ന ചൂട് പാലക്കാട് 37.2 രേഖപ്പെടുത്തി. തിരുവനന്തപുരത്ത് 36.7 ഡിഗ്രി ആയിരുന്നു താപനില. വ്യാഴാഴ്ച മുതൽ ശനിയാഴ്ച വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഊർജ പ്രതിസന്ധിക്കിടെ അതിഥി തൊഴിലാളികൾക്ക് നൽകുന്ന 5 കിലോഗ്രാം LPG സിലിണ്ടറുകളുടെ കോട്ട കേന്ദ്ര സർക്കാർ ഇരട്ടിയാക്കി. സംസ്ഥാനങ്ങൾക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകി. അതിഥി തൊഴിലാളികൾക്ക് ഗാർഹിക കണക്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് പകരം സംവിധാനം. ഗാർഹിക സിലിണ്ടറുകളുടെ ബുക്കിംഗ് ഇടവേള കൂട്ടിയതുമൂലം ഉപയോക്താക്കൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് പരിഹരിക്കാൻ 5 കിലോഗ്രാം സിലിണ്ടറുകളുടെ വിതരണം കൂട്ടിയിരുന്നു. ഗാർഹിക കണക്ഷനുകളുള്ള നടപടിക്രമങ്ങൾ ഇല്ലാതെ തിരിച്ചറിയൽ രേഖ മാത്രം നൽകി സിലിണ്ടർ കൊണ്ടുപോകാമെന്നതാണ് നേട്ടം. തിങ്കളാഴ്ച മാത്രം 5 കിലോഗ്രാമിന്റെ 1.06 ലക്ഷം സിലിണ്ടറുകളാണ് വിതരണം ചെയ്തത്. ഇറാനിലെ ഇന്ത്യക്കാർക്ക് നിർദ്ദേശവുമായി ഇറാനിലെ ഇന്ത്യൻ എംബസി. സംഘർഷ സാധ്യതയുള്ള സാഹചര്യത്തിൽ രാജ്യത്തെ ഇന്ത്യൻ പൗരന്മാർ സുരക്ഷയ്ക്ക് മുൻഗണന നൽകണം. കുറഞ്ഞത് 48 മണിക്കൂറെങ്കിലും നിലവിലെ സ്ഥലങ്ങളിൽ സുരക്ഷിതമായി തുടരണം. അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കണം. പ്രത്യേകിച്ച് സൈനിക വൈദ്യുത കേന്ദ്രങ്ങൾ പോലെയുള്ള തന്ത്രപ്രധാന ഇടങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഇടത്തേക്ക് യാത്ര പാടില്ലെന്നും ഇന്ത്യൻ എംബസി മുന്നറിയിപ്പ് നൽകി. മുൻകരുതലിന്റെ ഭാഗമായി ബഹുനില കെട്ടിടങ്ങളുടെ മുകളിലത്തെ നിലകളിൽ താമസം ഒഴിവാക്കാനും ഇന്ത്യൻ എംബസിയുമായി ബന്ധം പുലർത്തണം. എംബസി ക്രമീകരിച്ച ഹോട്ടലുകളിൽ താമസിക്കുന്നവർ അവിടെ തുടരണം. എംബസി ജീവനക്കാരുമായി പതിവായി സമ്പർക്കം പുലർത്താനും പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട്. കൊൽക്കത്തയിലെ നേതാജി സുഭാഷ് ചന്ദ്രബോസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ചൊവ്വാഴ്ച ആസാമിലെ ഗുവാഹത്തിയിലേക്ക് പറക്കേണ്ടിയിരുന്ന ഇൻഡിഗോ വിമാനത്തിൽ കാറ്ററിംഗ് വാൻ ഇടിച്ചു. ബേ നമ്പർ 51-ലുണ്ടായ കൂട്ടിയിടിയെ തുടർന്ന് വിമാനത്തിന് ചെറിയ കേടുപാടുകൾ സംഭവിച്ചു. ആർക്കും പരിക്കേറ്റതായി ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സംഭവത്തെക്കുറിച്ച് എയർലൈൻ ഇതുവരെ ഔദ്യോഗിക പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടില്ല. വിമാനം നിലത്തിറക്കുകയും ആവശ്യമായ അറ്റകുറ്റപ്പണികൾക്ക് വിധേയമാക്കുകയും ചെയ്തു. ജമ്മുകാശ്മീർ പോലീസ് ഒരു അന്തർ സംസ്ഥാന ലഷ്കർ-ഇ-തോയ്ബ ഭീകര ശൃംഖലയെ തകർത്തു. 16 വർഷമായി ഒളിവിൽ കഴിഞ്ഞിരുന്ന അബു ഹുറൈ എന്നറിയപ്പെടുന്ന അബ്ദുള്ള ഉൾപ്പെടെ 5 പേരെ ജമ്മുകാശ്മീർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കേന്ദ്ര ഭരണ പ്രദേശത്തിന് പുറത്ത് താവളങ്ങൾ സ്ഥാപിക്കാൻ ഹുറൈക്ക് കഴിഞ്ഞിരുന്നു. കേന്ദ്ര ഏജൻസികളും ജമ്മുകാശ്മീർ പോലീസും ഉൾപ്പെടെ ഒരു സുപ്രധാന ഓപ്പറേഷനിൽ പാകിസ്ഥാനിൽ നിന്നുള്ള മറ്റൊരു ഭീകരനായ ബുബൈബ് എന്നറിയപ്പെടുന്ന ഉസ്മാനും അറസ്റ്റിലായി. രാജസ്ഥാൻ, ഹരിയാന, ജമ്മുകാശ്മീർ എന്നിവയുൾപ്പെടെ 19 സ്ഥലങ്ങളിൽ നടത്തിയ റെയ്ഡിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നിരവധി തെളിവുകളും ലഭിച്ചു. ഭീകരർക്ക് സാമ്പത്തികവും ലോജിസ്റ്റിക്കൽ പിന്തുണയും നൽകുന്ന ഒരു സുസ്ഥാപിതമായ ലഷ്കർ-ഇ-തോയ്ബ ശൃംഖല അന്വേഷണത്തിലുടനീളം വെളിച്ചത്തു വന്നു. അറസ്റ്റിലായ 5 പേരിൽ 3 പേർ ശ്രീനഗർ നിവാസികളാണെന്ന് ഉദ്യോഗസ്ഥർ വിവരം നൽകി. ഭീകരർക്ക് ഭക്ഷണവും താമസവും നൽകിയതിന് ആദിൽ റാഷിദ് ഭട്ട്, മാമ എന്നറിയപ്പെടുന്ന ഗുലാം മുഹമ്മദ് മിർ, മുഹമ്മദ് നഖീബ് ഭട്ട് എന്നിവരെ അറസ്റ്റ് ചെയ്തു. ഇറാനുമായുള്ള സംഘർഷത്തിന്റെ വക്കിൽ നിന്ന് ബുധനാഴ്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിന്മാറി. സമയപരിധിക്ക് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് വിനാശകരമായ ആക്രമണ ഭീഷണികൾ പിൻവലിച്ചു. 2 ആഴ്ചത്തെ വെടിനിർത്തലിന് അദ്ദേഹം സമ്മതിച്ചു. 40 ദിവസത്തെ സംഘർഷം വഷളാകാതിരിക്കാനുള്ള നയതന്ത്ര ജാലകം തുറന്നു. ടെഹ്റാനും വെടിനിർത്തൽ അംഗീകരിക്കുകയും ഹോർമുസ് കടലിടുക്ക് സ്വാഭാവികമായി വീണ്ടും തുറക്കാൻ സമ്മതിക്കുകയും ചെയ്തു. അമേരിക്കയുമായി 2 ആഴ്ചത്തെ വെടിനിർത്തലിന് സമ്മതിച്ചതിനു ശേഷം ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമേനി എല്ലാ സൈനിക യൂണിറ്റുകളോടും വെടിവയ്പ് നിർത്താൻ നിർദ്ദേശിച്ചു. എന്നാൽ അതേസമയം ഇത് യുദ്ധത്തിന്റെ അവസാനമല്ലെന്നും ഇറാൻ വ്യക്തമാക്കി. അമേരിക്കൻ ഫ്രീലാൻഡ് മാധ്യമപ്രവർത്തക ഷെല്ലി കിറ്റിൽസൺ ബാഗ്ദാദിൽ നിന്നും മോചിതയായി. കഴിഞ്ഞ ആഴ്ച ബാഗ്ദാദിൽ തട്ടിക്കൊണ്ടുപോയ ഷെല്ലി കിറ്റിൽസൺ ചൊവ്വാഴ്ചയാണ് വിട്ടയക്കപ്പെട്ടത്. വാർത്താ ഏജൻസിയായ അസോസിയേറ്റ് പ്രസ് ആണ് വിവരം സ്ഥിരീകരിച്ചത്. നിലവിൽ കിറ്റിൽസൺ എവിടെയാണെന്ന് വ്യക്തമാക്കിയിട്ടില്ല. മാർച്ച് 31 മുതൽ ബാഗ്ദാദിൽ തടങ്കലിലായിരുന്നു. ഇറാഖിൽ നിന്ന് ഉടൻ തന്നെ പോകുമെന്ന ഉറപ്പിലാണ് മോചനം.
നിലവിലെ ഇറാഖ് പ്രധാനമന്ത്രിയുടെ നിലപാടുകളോടുള്ള ബഹുമാന സൂചകമായാണ് ഈ തീരുമാനമെന്നാണ് സായുധ സേനാ സുരക്ഷാ വക്താവ് വിശദമാക്കിയത്. അഫ്ഗാനിസ്ഥാൻ, ഇറാഖ്, സിറിയ എന്നിവിടങ്ങളിലെ യുദ്ധ സാഹചര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന പ്രമുഖ മാധ്യമ പ്രവർത്തകയാണ് ഷെല്ലി കിറ്റിൽസൺ. നിലവിലെ സാഹചര്യം പരിഗണിച്ച് ഇറാഖിലേക്ക് യാത്ര ചെയ്യരുതെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പൗരന്മാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തുർക്കിയിലെ ഇസ്താംബുളിലുള്ള ഇസ്രായേൽ കോൺസുലേറ്റിന് നേരെ 3 ഇസ്ലാമിക ഭീകരർ വെടിയുതിർത്തു. തുർക്കി പോലീസ് ഉദ്യോഗസ്ഥർ ഭീകരരെ നേരിടുകയും നിർവീര്യമാക്കുകയും ചെയ്തു. ഏറ്റുമുട്ടലിൽ 2 പോലീസ് ഉദ്യോഗസ്ഥർക്കും നിസ്സാര പരിക്കേറ്റു. അമേരിക്കയും ഇറാനും താൽക്കാലിക വെടിനിർത്തലിന് സമ്മതിച്ചതിനെ തുടർന്ന് എണ്ണവില കുത്തനെ ഇടിഞ്ഞു. ഏഷ്യൻ ഓഹരി സൂചികകൾ കുതിച്ചുയർന്നു. ബുധനാഴ്ച വൈകിട്ടോടെ യുഎസിന്റെ പ്രധാന ക്രൂഡ് ഓയിൽ ബെഞ്ച്മാർക്കായ വെസ്റ്റ് ടെക്സസ് ഇന്റർമീഡിയറ്റ് 17% ഇടിഞ്ഞ് ബാരലിന് $93 ബ്രന്റ് ക്രൂഡ് ഓയിലും ഒട്ടും പിന്നിലല്ല. ഏകദേശം 16% ഇടിഞ്ഞ് $93.38 രണ്ടാഴ്ചത്തേക്ക് ഹോർമുസ് കടലിടുക്കിലൂടെ ഇറാൻ സുരക്ഷിതമായ ഗതാഗതം അനുവദിച്ചതോടെയാണ് ഇത് സംഭവിച്ചത്. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.